ഓക്കെ ഗൈസ് അപ്പോൾ രാവിലെ തൊട്ട് ഗൈസ് നമ്മുടെ ഷിൻജാനെ ഞങ്ങൾ കാണാനില്ല കേട്ടോ. നമ്മുടെ ഷിൻജാൻ എവിടെ പോയെന്ന് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, രാവിലെ തൊട്ട് നമ്മുടെ ഷിൻജാനെ ഞങ്ങളൊക്കെ എന്തായാലും കാണാനില്ല. അവ എവിടെ പോയെന്ന് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, ഇന്നലാണെങ്കിൽ പിന്നെ ഞാൻ ഷിൻജാനും ടൈഗറും കൂടെ ഒരു സിനിമയ്ക്കൊക്കെ പോയി നമ്മളെന്തായാലും വീട്ടിലെന്തായാലും തിരിച്ചു വന്നതാണ് നമ്മുടെ ഡിഫൻഡറിലൊക്കെ പോയിട്ട്. ഓക്കെ, എന്നിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കിടന്ന് എന്തായാലും ഉറങ്ങിയെന്ന് വെച്ചാൽ. ഓക്കെ, ടൈഗറിൻ്റെ ആ ഒരു ചെറിയൊരു വീട്ടിലായിരുന്നു നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള. പക്ഷെ ഞാൻ ഷിൻജാനും ഒരേ കട്ടിലാണ് കിടന്നത്. രാവിലെ എണീറ്റപ്പോൾ അവനെ കാണാനില്ല. അവൻ എവിടെ പോയെന്നൊരു ഐഡിയ ഒന്നുമില്ല. സാധാരണ കേസ് അവൻ എന്തായാലും എണീക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 10 മണിയൊക്കെയാണ് കേസൊക്കെ. ഇവിടെ ഇപ്പം മണി 7 മണി ആയിട്ടേ ഉള്ളൂ, നല്ല രാവിലെയാണ്. എന്നിട്ട് അവൻ എവിടെ പോയെന്നൊരു ഐഡിയ ഒന്നുമില്ല. മിക്കവാറും ഫ്രണ്ട്സിൻ്റെ വീട്ടിലെല്ലാം പോയതായിരിക്കും. എനിക്കൊന്നും ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേസൊക്കെ. ഷിൻജാൻ എവിടെ പോയെന്നൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, അപ്പോൾ എവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേസ്. എന്തായാലും നമുക്ക് എന്തായാലും വീട്ടിലെന്തായാലും കുറച്ച് നേരം ഒന്ന് ടി വി ഒക്കെ കാണാം. ഇതിലൂടെ അവിടെ ഷിൻജാനെ കാണാം, അല്ലാതെ എവിടെ പോയെന്നാണ് അവൻ അറിഞ്ഞുകൂടാത്തത്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് നേരം ടി വി കാണാം. അപ്പോഴത്തേക്ക് നമ്മൾ വരുമെന്ന് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമുക്ക് എന്തായാലും കട്ടിലിരുന്ന് കുറച്ച് നേരം ടി വി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എന്തായാലും കുറേ നേരം എന്തായാലും ടി വി ഒക്കെ കണ്ടിട്ട് എന്തായാലും വെളിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം എന്തായാലും സമയം എന്തായാലും ഏകദേശം 11:30 മണികളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, 11:30 മണികളൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഷിൻജാൻ എവിടെ പോയി കിടക്കുകയാണെന്ന് എനിക്ക് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, ഷിൻജാൻ എവിടെ പോയെന്നൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, രാവിലെ തൊട്ടേ അവനെ കാണാമല്ലോ. എന്നിട്ട് അവൻ എവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയ തന്നെ. നമുക്ക് എന്തായാലും ടൈഗറിനോടൊന്ന് ചോദിച്ചു നോക്കാം, അവൻ എപ്പോഴാണ് എണീറ്റിയെന്ന് വെച്ചാൽ. ഓക്കെ, അവൻ നല്ല ഉറക്കമായിരുന്നു. എടാ ടൈഗർ, ഷിൻജാൻ എവിടെ പോയെന്ന് നിനക്ക് അറിയാമോ? ഇല്ല ഫ്രാങ്ക്ലിനോ, എനിക്കറിഞ്ഞൂടാ. ഞാൻ എണീറ്റപ്പോൾ നിങ്ങൾ ആരെയും കാണാനില്ല. നിന്നെ തന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അല്ല, ഷിൻജാൻ എവിടെ പോയി? ഷിൻജാനെ കാണാനല്ലോ. എടാ പൊട്ട ടൈഗർ, അതിനെടാ ഞാൻ നിൻ്റെ അവിടെ ചോദിച്ചാൽ ഷിൻജാൻ എവിടെ പോയെന്ന്. ആവോട്ടോ, എനിക്കറിഞ്ഞൂടാ. ഷിൻജാൻ എവിടെ പോയാന്ന് എനിക്കറിഞ്ഞൂടാ. നീ ഒരു കാര്യം ചെയ്യ്, എല്ലായിടത്തും നോക്കി നോക്കുക. അവൻ എവിടെയെങ്കിലും പോയതായിരിക്കും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ. പക്ഷേ എന്നാലും ഇത്രയും സമയം എടുക്കണം എന്താണെന്ന് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുക. ഇനി ആരെങ്കിലും വല്ല കിഡ്നാപ്പ് ചെയ്തല്ലോ ചെയ്താണെന്തോ. ഓക്കെ, നമുക്കെന്തായാലും കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം കേസ്. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേസ്. ഓക്കെ ഓക്കെ കേസ്, ഇവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ മണിക്കൂറായിട്ട് എന്നാലും ഉണ്ട് കേസ്. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഒരു പരിവായി കേസ്. ഓക്കെ, ഞാൻ എന്നാലും അവിടെ സോഫയിൽ ഇരിക്കുകയായിരുന്നു കേസ്. ഓക്കെ, ഇതുവരെയായിട്ട് അവൻ വന്നില്ല. ഇപ്പോൾ ഏകദേശം സമയം 2 മണി ആയിട്ടുണ്ട് കേസ്. ഇപ്പോൾ എവിടെ പോയി കിടക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. സാധാരണ അവൻ എണീക്കണമെന്ന് വെച്ചാൽ 11 മണി 10 മണി ആ ഒരു റേഞ്ചിലൊക്കെയാണ് അവൻ എണീക്കണമെന്ന് വെച്ചാൽ. ഇത്ര രാവിലെ അവൻ എവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. ഷിൻജാൻ ഇതുവരെയായിട്ട് എന്നാലും വന്നിട്ടില്ല കേസ്. ഓക്കെ, ഇവ എവിടെ പോയി കിടക്കണമെന്ന്. ഇവിടെ ഇപ്പോൾ നല്ല രീതിക്ക് എന്തായാലും മഴയും കൂടെ പെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഷിൻജാൻ ആരാ കിഡ്നാപ്പ് ചെയ്ത് പോയതാണോ എന്താണെന്നൊരു ഐഡിയ ഒന്നുമില്ല. ഓക്കെ, ആരും വിളിക്കുന്നുണ്ടല്ലോ, ഇത് ആരാണ്? ഓക്കെ, ഇതൊരു അൺനോൺ നമ്പറുകളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരു കോള് ഞങ്ങൾക്ക് എടുത്തു നോക്കാം. ഹലോ, നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്നൊന്നും നിങ്ങൾ അറിയണ്ട. നിന്റെ ഷിൻജാൻ എന്ന് പറയണ നിന്റെ ഒരു അനിയനില്ലേ, ഞാൻ അവനെ നൈസായിട്ട് അങ്ങ് തട്ടിക്കൊണ്ട് പോണ്. നിങ്ങളാരാണ്? ഞാൻ ആരാണെന്നൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് ഷിൻജാനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ വന്ന് രക്ഷിക്ക്. ഞാനും പിന്നെ എൻ്റെ ഭർത്താവും കൂടെയാണ് നിന്റെ അനിയൻ ഷിൻജാനെ തട്ടിക്കൊണ്ട് പോയത്. ഹലോ ഹലോ ഹലോ, അയ്യോ വെക്കല്ലേ ഗൈസ്. ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല. നമ്മുടെ ഷിൻജാനെ ആരും തട്ടിക്കൊണ്ട് പോയേക്കാണ്. ഇതാരാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വണ്ടി എടുക്കാം ഗൈസ്. എന്നിട്ട് ഇത് ആരാണ് നമ്മുടെ ഷിൻജാനെ തട്ടിക്കൊണ്ട് പോയെന്ന് അവർ പറഞ്ഞു വെച്ചാൽ അവരെ ഭർത്താവും കൂടെയാണ് നമ്മുടെ ഷിൻജാനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഗൈസ് എന്തായാലും പറയണമെന്ന് വെച്ചാൽ. എന്താണ് സംഭവം എന്നൊരു ഐഡിയ ഒന്നുമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് എന്നാലും കത്തിച്ച് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് എന്നാലും പോവാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഷിൻജാൻ്റെ കയ്യിൽ ഫോണുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ വിളിച്ച ഇവരുടെ നമ്പറല്ലേ ഇത് വെച്ച് നമുക്ക് എന്തായാലും അവനെ ട്രാക്ക് ചെയ്ത് എന്തായാലും നോക്കാം. ഷിൻജാനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയണോ ഗൈസ്. മിക്കവാറും അവൻ്റെ ഫോണ് അവർ തല്ലി പൊട്ടിച്ച് കാണുമായിരിക്കും. ഓക്കെ, അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഗൈസ്. അവൻ ഫോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ എന്തായാലും ട്രാക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എവിടെയാണ് ലൊക്കേഷൻ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളിങ്ങനെ ലെസ്റ്റർ താമസിക്കുന്ന ഫ്ലാറ്റിലോട്ട് നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി കണക്ക് ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് പോയി എന്തായാലും സംസാരിച്ചിട്ട് എന്തായാലും വേറെ നമ്മുടെ ഏതാണ് ഷിൻജാൻ്റെ നമ്പർ കണക്ക് ട്രാക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഫൈനലി എന്നാലും ആ ഒരു ലൊക്കേഷനും കണക്ക് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ലെസ്റ്ററിനൊക്കെ എന്തായാലും നമ്മുടെ ഈ ലൊക്കേഷൻ കണക്ക് ട്രാക്ക് ചെയ്ത് സമയം ഇരുട്ടായി ഗൈസ്. ഓക്കെ, എൻ്റെ മുമ്പ് രാവിലെ തൊട്ട് അവനെ കാണാതിരിക്കുകയാണ് ഗൈസ്. ഓക്കെ,
ഇവ എവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. നമുക്ക് എന്തായാലും അവൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് കത്തിച്ച് എന്തായാലും പോവാം. അവൻ്റെ ആ ഒരു ഫോണിൻ്റെ ഒരു ലൊക്കേഷൻ കാണിക്കണമെന്ന് വെച്ചാൽ ജുറാസിക് പാർക്കാണ്. ഓക്കെ, അതേപോലെ തന്നെ നേരത്തെയാണ് ഒരു സ്ത്രീ കണക്ക് നമ്മളെ വിളിച്ചല്ലോ, അവരെ നമ്പറും കൂടെ ഞാൻ നൈസായിട്ട് ട്രാക്ക് ചെയ്ത് അവരെ നമ്പർ കാണിക്കുന്നത് നമ്മുടെ ജുറാസിക് പാർക്കിൽ കണക്കെയാണ്. നമുക്ക് എന്തായാലും ജുറാസിക് പാർക്കിലോട്ട് പോകാം. നമ്മുടെ ഷിൻചാനെ തട്ടിക്കൊണ്ട് നേരെ ജുറാസിക് പാർക്കിലായിരിക്കും എന്തായാലും പോയതെന്ന് വെച്ചാൽ. ഓക്കെ, എന്നാൽ എന്തിനാണ് ഷിൻചാനെ തട്ടിക്കൊണ്ട് പോയതെന്നാണ് എനിക്ക് മനസ്സിലാത്ത കാര്യം എന്ന് വെച്ചിട്ട്. നമ്മൾ ഏകദേശം ജുറാസിക് പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നൈസായിട്ട് എന്നാലും ഇതിൻ്റെ അതോടെ എന്നാലും എൻ്റർ ആവാൻ നൈസായിട്ടൊക്കെ. ഇതിൻ്റെ അകത്ത് നിറയെ ഡൈനോസർ കാണുമായിരിക്കും. ഒന്നാമത്തെ രാത്രിയും കൂടെ ആണ്. ഓക്കെ, ആരാണ് അവനെ തട്ടിക്കൊണ്ട് പോയെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് ഞാൻ എന്തായാലും ജുറാസിക് പാർക്കിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും വല്ല വീടോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നമുക്കെന്തായാലും സംശയിക്കാം. ആ ഒരു വീട്ടിലായിരിക്കും എന്നാലും ഷിൻചാനെ തട്ടിക്കൊണ്ട് പോയത്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ മൊത്തത്തിൽ എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ട് എന്തായാലും പോകണം. ഓക്കെ ഗൈസ്, അവിടെ ഒരു വീട് കാണാണ്. അങ്ങ് അറ്റത്തായിട്ടൊരു വീട് കാണാണ്. നമുക്കെന്തായാലും നേരെ എന്തായാലും ആ ഒരു വീട്ടിലോട്ട് എന്തായാലും പോവാം ഗൈസ്. നമുക്കെന്തായാലും ഫസ്റ്റ് എന്തായാലും വണ്ടി എവിടെയെങ്കിലും നമുക്ക് എന്തായാലും പാർക്ക് ചെയ്യാം. നമുക്കെന്തായാലും അങ്ങ് അറ്റത്തോടെ എന്തായാലും വണ്ടിയും കൊണ്ടുതന്നെ പോകണം. അതെന്തായാലും അത്രയ്ക്ക് സേഫ് അല്ല. നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ ഇവിടെ എന്തായാലും നൈസായിട്ട് നല്ല പാർക്ക് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, നമ്മുടെ വണ്ടി സേഫായിട്ട് നമ്മളിവിടെ പാർക്ക് ചെയ്തിടണം. എന്തായാലും എന്തായാലും ആ ഒരു വീടിൻ്റെ അടുത്തൊരു എന്തായാലും പോവാം. അത് എൻ്റെ വീടാണെന്ന് എനിക്ക് അറിയണം. മിക്കവാറും നമ്മുടെ ഷിൻചാനെ തട്ടിക്കൊണ്ടുപോയ വീടായിരിക്കും. നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ടെന്തായാലും പോവാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഗൈസ് ആ ഒരു വീടിൻ്റെ അടുത്തോട്ട് നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു ഗേറ്റ് കണക്ക് നൈസായിട്ട് തുറന്നിട്ടുണ്ട്. എന്തായാലും ഇത് ആരെ വീടാണെന്ന് എനിക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല. ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു വീടിൻ്റെ അകത്ത് എന്തായാലും കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ ഇവിടെ ഒരു കാർ കിടക്കുകയാണ്. ഇതെന്താണ് ശരി, എൻ്റെ മോനെ ആ ഡോർ തന്നെ അടഞ്ഞ. എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് ഒരു ഐഡിയ തന്നെ ഇല്ല. നമുക്കെന്തായാലും പതുക്കെ എന്തായാലും അങ്ങോട്ട് എന്തായാലും നടന്നെന്തായാലും പോവാം. ഇവിടെ ഒരു കാറ് കത്തിക്കരിഞ്ഞ് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. ആരെ കാറാണെന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല. എൻ്റെ മോനെ ആ പാലവും കൂടെ പൊങ്ങിയതാണ്. ഇവിടെ ഒരു പാലവും കണക്കുണ്ടായിരുന്നു കേട്ടോ. ആ പാലം നൈസായിട്ട് പൊങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇത് ആരെ വീടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ആയിരിക്കും നമ്മുടെ ഇപ്പോൾ ഷിൻചാനെ തട്ടിക്കൊണ്ട് പോയെന്ന് വെച്ചാൽ. നമുക്ക് എന്നാലും വീടിൻ്റെ അകത്തോട്ട് നൈസായിട്ട് കയറാം. ഓക്കെ ഗൈസ്, ആരോ നമ്മുടെ ബാക്കിലുള്ള പോലെ തോന്നണം ഗൈസ്. നൈസായിട്ട് പണിപ്പാളി. ഇവിടെ ഒരു കിളവൻ നിൽപ്പുണ്ട്. എൻ്റെ മോൻ, അയാൾ നമ്മളെ വെടിവെച്ചിട്ടാ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് ഒരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമ്മളാണെങ്കിൽ ആ ഒരു വീട്ടിലോട്ട് എന്തായാലും കയറാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും പോയ സമയത്ത് എന്തായാലും ഒരു കിളവനുകളൊക്കെ വന്ന് നമ്മുടെ തലയുടെ ബാക്കിൽ എന്തായാലും നൈസായിട്ടൊരു ഷോട്ട് ഗൺ ഇട്ട് എന്തായാലും വീഡിയോ ചെയ്തത്. എന്താണ് സംഭവം എന്ന് എനിക്കൊരു ഐഡിയ എന്നല്ല. എന്തിനാണ് അയാൾ വീഡിയോ ചെയ്യുന്നത് എനിക്ക് അറിയണം. മിക്കവാറും മീൻസ് നേരത്തെ ഒരു സ്ത്രീ നമ്മളെ വിളിച്ചല്ലോ, മിക്കവാറും ആ ഒരു സ്ത്രീയുടെ ഭർത്താവുമായിരിക്കും നമ്മളെന്തായാലും വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഷിൻചാനോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ വെച്ചാൽ അവരാണെന്തായാലും അവനെ തട്ടിക്കൊണ്ട് വന്നത്. ഓക്കെ, ഞാൻ അവനെ രക്ഷിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ എന്തൊരു ലോക്ക് പിക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. ഈ ഒരു ഡോറ് ലോക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് വെച്ച് എന്തായാലും കുത്തി തുറക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കേസ്. ഓക്കെ, അല്ലാതെ ശരിയാവത്തുള്ളൂ. ഇത് ആരെ വീടാണെന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല കേസ്. ഓക്കെ, ഏതൊരു സ്ത്രീയുടെയും കിളവൻ്റെയും വീട് കണക്കെയാണ് കേസ്. ഓക്കെ, ഏതൊരു കിളവൻ്റെയും വീട് കണക്കെയാണ് കേസ് എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പെട്ടി കണക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ സാധനം തുറക്കണമെങ്കിൽ നമുക്കൊരു ക്രൗ ബാർ കണക്കെ വേണം കേസ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ കുറേ കബോർഡ് പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. എൻ്റെ പോലെ ഇവിടെ ഒരു ട്രെയിനൊക്കെ ഉണ്ട്. ഓക്കെ കേസ്, ഇവിടെ റോബോട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. എന്തായാലും നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഡോർ അടയ്ക്കാം. ഓക്കെ ഏട്ടാ, അവിടെ ഒരു ട്രെയിന് കണക്കുണ്ട്. എനിക്ക് തോന്നിയത് ഏതോ വീടിൻ്റെ ബേസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു ഏട്ടാ. ഓക്കെ കേസ്, ഇവിടെ ഒരു പ്ലാൻ ഗ്രിപ്പുണ്ട്. ഇതുകൊണ്ട് എന്ത് ഉപയോഗമാണെന്ന് അറിഞ്ഞിടാം. നമുക്ക് എന്തായാലും പതുക്കെ എന്തായാലും ഇതുവഴി എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം കേസ്. ഓക്കെ, നമ്മളെന്തായാലും നൈസായിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ എന്തായാലും അടിച്ചെന്തായാലും ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കെന്തായാലും നേരെ എന്തായാലും ഈ ഒരു വീടിൻ്റെ മുകളിലോട്ടൊക്കെ എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഈ ഒരു വീടിൻ്റെ ഏറ്റവും മേളിൽ നമ്മളെന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇത് താഴത്തെന്ന് വെച്ചാൽ ഒരു ബേസ്മെൻറ്റ് കണക്കാണ്. ഇവിടെ മൊത്തത്തിൽ എന്തായാലും ഡോറുകളൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാം എന്തായാലും കുത്തി തുറന്നിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, ഇവിടെ ഫ്രണ്ടിലത്തെ ഡോറുകളൊക്കെ തുറന്നു കിടക്കണം. നമുക്ക് പതുക്കെ ഇവിടെ അടച്ചേക്കാം. എന്തായാലും നേരത്തെ നമ്മളെ വെടിവെച്ച കിളവൻ മിക്കവാറും ഇവിടെ തന്നെ കാണുമായിരിക്കും. എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, നമ്മളെ വെടിവെച്ച സത്യത്തിൽ മെനിഞ്ഞാന്നാണ് കേസൊക്കെ. നമ്മളേകദേശം ഈ വീട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമൊക്കെ നമുക്ക് ബോധമല്ലായിരുന്നു. നല്ല പവർഫുൾ ആയിട്ടുള്ള ഷോട്ട് ഗൺ വെച്ചാൽ നമ്മൾ അടിച്ചെന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബോധകരമൊന്നും തന്നെ എന്തായാലും ഇല്ല. നമ്മൾ 2 ദിവസം എന്തായാലും ആ സെല്ലിൻ്റെ അകത്ത് ഇടുന്നത്.
നമ്മൾ ഫുഡോ കാര്യങ്ങളൊന്നും തന്നെ കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഇവിടെ വല്ലതും ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയാണ് കിച്ചണിലോട്ട് എന്നാൽ ഇവിടെ ഒരു തേങ്ങ. ഓക്കെ, ഇവിടെ എന്തോ ഒരു പ്ലാങ്ക് ഞാനൊക്കെ ഉണ്ട്. ഇത് പ്ലാങ്ക് എനിക്ക് തോന്നുന്നത് അതൊന്ന് വുഡിൻ്റെ എന്തോ പീസാണെന്ന് തോന്നുന്നത്. നമ്മുടെ ഷിൻജാൻ ഇട്ടിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് വെച്ചാൽ. എന്നിട്ട് നമുക്ക് തന്നെ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവണം. ഇപ്പം നമ്മളെയും കൂടെ എന്നാലും ആ ഒരു ഏതാണ് കിളവനും കിളവിയും കൂടെ ഈ വീട്ടിൽ നിന്നെല്ലാം ആക്കിയിട്ടെന്നുണ്ട്. ഇതാരാണെന്ന് ഐഡിയ ഇല്ല. ഇവിടെ ആണെങ്കിൽ ഒരു തീപ്പട്ടി ഇരിപ്പുണ്ട്. എൻ്റെ മോനെ ഇതെന്താണ്? എൻ്റെ അമ്മ പ്രേതോ! എൻ്റെ അമ്മോ ഗൈസ്, അതാണ് ആരായിരുന്നോ? എന്തൊരു പ്രേതം പോലത്തെ സാധനം ഈ വീട്ടിലുണ്ട് കേട്ടോ. പതുക്കെ അങ്ങോട്ട് ഓടി നേരെ മണ്ടയ്ക്ക് കയറാം. എൻ്റെ ദൈവമേ എന്തുട്ടടേ! എൻ്റെ മോനെ, ഇവിടെ ഒന്നും ഷിൻജാനെ കാണാനില്ല. ഷിൻജാൻ മിക്കവാറും ഈ റൂമിലും എല്ലാവരും ചിലപ്പോൾ മേളിലായിരിക്കും. നമുക്ക് മണ്ടയ്ക്കൊന്ന് പോയി നോക്കാം. ഇവിടെ റൂമുണ്ട് ഗൈസ്. അവിടെ ഷിൻജാൻ ഇവിടെ തന്നെ ഉണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ വന്നാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ എവിടെ പോയിരുന്നു? എടാ ഷിൻജാനെ, ഞാൻ നിന്നെ തപ്പി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തു. നീ എവിടെ പോയി കിടക്കായിരുന്നു? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഏതോ ഗ്രാനി എന്നും പിന്നെ ഗ്രാൻഡ് പൈ എന്നുള്ള ഏതൊരു കിളവനും കിളവിയും കൂടെ എന്നെ തട്ടിക്കൊണ്ട് നേരെ എന്തായാലും ഇവിടെ കൊണ്ടിട്ട്. എനിക്കൊന്നും ഓർമ്മയില്ല. ഏതോ ഒരു വണ്ടിയിൽ എന്നെ തട്ടിക്കൊണ്ട് നേരെ ഇവിടെ കൊണ്ടിട്ട് ഞാൻ കട്ടിൽ സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്നൊരു അമ്മച്ചി ഒന്ന് എൻ്റെ തല മണ്ടയ്ക്ക് എടുത്തിട്ട് ഒറ്റ അടി അടിച്ച്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്നെ ഇങ്ങോട്ടോട്ട് നേരെ ഇട്ട്. പക്ഷെ എന്നെ മാത്രമേ അവർ തട്ടിക്കൊണ്ടുപോയുള്ളൂ. ഫ്രാങ്ക്ലിൻ ചേട്ടനൊന്നും ചെയ്തില്ല. എടാ അത് തന്നെടാ എൻ്റെയും സംശയം. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ അകത്തൂടെ കയറി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്. ഞാൻ വീടിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് നീ ഇതിൻ്റെ അകത്തുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമ്മളിപ്പോൾ ജുറാസിക് പാർക്കിലാണല്ലേ നിൽക്കണ? ജുറാസിക് പാർക്കിലുള്ള ഏതൊരു വീടാണ് ഈ ഗ്രാനിയുടെ എന്ന് വെച്ചാൽ. ഓക്കെ, ഗ്രാനി എന്ന് വെച്ചാൽ ഒരു പ്രേതമാണ്. പക്ഷെ എൻ്റെ പൊന്നെ, അല്ല ഈ ഗ്രാൻഡ് എവിടെ പോയെന്ന് എനിക്കറിയാമോ ഷിൻജാനെ? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ അവരേതോ ഒരു പാർട്ടിക്ക് അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് പോയി. അതുകൊണ്ട് അവർ വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. അങ്ങനെയാണോ? അതോടാണല്ലോ അവരെ കാണാത്തത്. ഞാൻ ആലോചിക്കായിരുന്നു ഈ വീട്ടിലുള്ള ആ കിളവനും കിളവിയൊക്കെ എവിടെ പോയെന്ന്. എന്നെ ആണെങ്കിൽ ഏതൊരു കിളവി ഒരു അൺനോൺ നമ്പറായിട്ട് വിളിച്ചുറങ്ങി നിന്നെ തട്ടിക്കൊണ്ടുപോകും, രക്ഷിക്കാൻ പറ്റുമെങ്കിൽ വന്ന് രക്ഷിക്കാൻ. അത് തന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഈ വീടിൻ്റെ എല്ലാ സാധനങ്ങളും ഊരിയിട്ടിട്ട് അവർ പോയേക്കാണ്. ചേട്ടനാണെങ്കിൽ അവിടെ ഒരു പ്ലാങ്ക് എന്തായാലും കൊണ്ടുപോയി ഇട്ടില്ലേ, ആ പ്ലാങ്ക് എടുക്കുക നൈസായിട്ട്. എനിക്ക് ഈ വീടിനെ കുറിച്ചൊക്കെ അത്യാവശ്യം കുറച്ചെങ്കിലൊക്കെ അറിയാം. ഞാൻ വെച്ചാൽ ആ ഗ്രാൻഡ് പേ കിടന്ന് ഉറങ്ങിയ സമയത്ത് ചുമ്മാ ഈ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്തൊന്ന് കണ്ടിരുന്നു. ഒരു പ്ലാങ്ക് ഉണ്ട്. ആ പ്ലാങ്ക് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ പ്ലാങ്കിൻ്റെ മണ്ടയ്ക്കൂടെ ചവിട്ടി നമുക്ക് നേരെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു റൂമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഗ്രാൻഡ് പേ മാത്രമാണ് ഇല്ലാത്തേ ഉള്ള. അതല്ലാതെ ഒരു സ്ലെൻഡറീന എന്നൊരു പ്രേതം പോലത്തെ സാധനമുണ്ട്. അത് നമ്മളൊന്നും തന്നെ ചെയ്യത്തില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ശല്യം ചെയ്യും. എടാ അല്ലടാ ഷിൻജാൻ, ഇതെന്ത് സാധനമാണ്? ഇത് എൻ്റെ പേരുന്ന് ബ്രിഡ്ജിൻ്റെ ക്രാങ്കോ എന്തോ കറക്കണ സാധനമല്ലോ. എനിക്ക് മനസ്സിലായി. എടാ ഷിൻജാൻ, ഇതെന്തെന്നറിയാമോ? ഇതെന്ന് വെച്ചാൽ നമ്മളെ മറ്റേ ആ താഴത്തെ ആ ഒരു പാലമില്ലേ, ആ ഒരു പാലത്തിൻ്റെ സാധനമാണ്. ഒരു കാര്യം വെച്ചാൽ നമുക്കെന്തായാലും ഇത് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് എറിയാം. അവിടെ കറക്റ്റായിട്ട് വീണാൽ മതിയായിരുന്നു. ബെസ്റ്റ്. അത് വീണില്ല. ഒരു മിനിറ്റ്, ഞാൻ അത് നേരെ താഴെ കൊണ്ടിട്ടിട്ട് എന്തായാലും അടുത്ത സാധനം കണ്ടുപിടിക്കാം. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എടാ ഷിൻജാനെ, ഞാനാണെങ്കിലില്ലേ ഇവിടെ ആണെങ്കിൽ പിന്നെ ഒരു തടിയുടെ ഒരു കഷ്ണം അതേപോലെ തന്നെ ഒരു തീപ്പെട്ടി കണ്ടിരുന്നത്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അത് നമുക്ക് വേണ്ടൊരു കാര്യമാണ്. സംഭവം വെച്ചാൽ ഈ വീടിൻ്റെ ഏറ്റവും മണ്ടയ്ക്കുള്ള ഈ വീടിൻ്റെ റൂഫില്ലേ, ആ റൂഫിലായിട്ടൊരു കാക്കയുണ്ട്. ആ കാക്കേനെ ഓടിക്കണമെങ്കിൽ നമുക്ക് തടി കഷ്ണം തീപ്പെട്ടിയും വേണം. നമ്മളാണെങ്കിൽ പിന്നെ ഒരു തീപ്പെട്ടി നേരത്തെ കണ്ടുപിടിച്ച് നമ്മളെന്തായാലും മുകളിലുണ്ടിട്ട് നമുക്കിനി തടി കഷ്ണം കൂടെ വേണം. അതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ഈ വീട് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടു. അതുകൊണ്ട് എനിക്ക് എവിടെയൊക്കെയാണ് സാധനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരുവിധം അറിയാം. ഷിൻജാൻ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ കാക്കേനെ ഓടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം ഇതിവിടെ അല്ല കേട്ടോ കത്തിച്ചിടേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം ഇവിടെ എവിടെയാണ് കത്തിച്ചിടേണ്ടതെന്ന് ഞാൻ അറിഞ്ഞൂടാ. എടാ ഷിൻജാൻ, ഈ ഒരു തടിയുടെ ഈ കഷ്ണം പിന്നെ ആ ഒരു തീപ്പെട്ടിയിട്ട് എവിടെയാണ് കത്തിക്കേണ്ടത് എനിക്കറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഇവിടെ ആയിട്ടൊരു ഡൈനിങ് ഏരിയ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ആ ഡൈനിങ് ഏരിയയുടെ തൊട്ട് ഈ സൈഡിലായിട്ടൊരു ഫർണസ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അതായത് ഒരു ക്യാമ്പിങ്ങിൻ്റെ ഒരു സാധനം തീ കത്തിക്കാനുള്ള. അതിൻ്റെ അത് നമ്മൾ ഈ സാധനം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. എന്നിട്ട് ആ തീപ്പെട്ടി പോയി എടുക്കണം. അങ്ങനെയാണോ? എന്നാൽ അത് ഇത്രയും ചെയ്യാം. ഞാൻ വിചാരിച്ച് ഫർണസ് പോലത്തെ എവിടെയെങ്കിലും സാധനങ്ങളൊക്കെ മുകളിലെവിടെയെങ്കിലും കാണുന്നത്. നമ്മളാണെങ്കിൽ തീപ്പെട്ടി കൊണ്ട് മുകളിലാണ് കേട്ടോ.
നമുക്ക് പോയി ആ തീപ്പട്ടി ഇങ്ങനെ എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്തായാലും ആ കാക്കയെ ഓടിക്കാം. കാക്കയെ ഓടിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? ഇപ്പോൾ നമുക്കൊരു ബ്രിഡ്ജിൻ്റെ ഒരു ക്രാങ്ക് കിട്ടി, അത് വെച്ച് നമുക്ക് ആ പാലം പൊക്കാൻ പറ്റും. ഈ ഒരു വീട്ടിൽ നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം കേട്ടോ. ഈ വീട്ടിലാണെങ്കിൽ പിന്നെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ, നമുക്കാണെങ്കിൽ വേണമെങ്കിൽ ആ ട്രെയിൻ വഴി എസ്കേപ്പ് ആവും. ഓക്കെ, ട്രെയിൻ വഴി എസ്കേപ്പ് ആവും. അതേപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഏതാണ് ബ്രിഡ്ജ് എസ്കേപ്പ് നമുക്ക് നടത്താം. ഓക്കെ, അതായത് ഗേറ്റ് എസ്കേപ്പ്. എങ്ങനെയെങ്കിലും നമുക്ക് എസ്കേപ്പ് ആവണം കേട്ടോ ഷിൻചാൻ, അല്ലെങ്കിൽ ശരിയാവില്ല, നമ്മളിവിടെ കിടന്ന് ചാവും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഇതിലോട്ട് തീയിടാം. ഓക്കെ, നമ്മളങ്ങനെ തീയിടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കിനി മുകളിൽ പോയി നോക്കാം ആ കാക്ക പോയെന്ന്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഏറ്റവും മുകളിൽ നമ്മളെന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആ കാക്കയിരുന്നാണ് നമ്മുടെ ഷിൻചാനെ പറയുന്നത്. ആ ഷിൻചാനെ പതുക്കെ വാടാ. ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്കിവിടെ നിന്നൊരു കീ കിട്ടി. ഇതെന്തിൻ്റെ കീ ആണ്? എടാ ഇതെന്തോ ഒരു ഷെഡ് കീ അങ്ങനെ എന്തോ. ഓ, ഷെഡ് കീ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ഷെഡുണ്ട്. ആ ഷെഡ് തുറന്ന് എന്തെങ്കിലും കിട്ടും. അതിനുമ്പ് ഈ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം. ഇവിടെ എന്തെങ്കിലും ചിലപ്പോൾ കാണുമായിരിക്കും. ഓ, ഇവിടെ പ്രത്യേകിച്ച് കാരണം തന്നെയല്ല. ഇവിടെ പിന്നെ ഒരു എലവേറ്റർ ഉണ്ട്, അതുവഴി നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഇപ്പോൾ എന്തായാലും നേരെ ആ ഒരു ഷെഡ് പോയി തുറക്കാം. നമുക്കാണെങ്കിൽ പിന്നെ ഒരു ജനറേറ്റർ കണക്കെ തുറക്കണം കേട്ടോ. ആ ജനറേറ്റർ തുറന്നിട്ട് ഒരു ഫ്യൂസ് എന്തോ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ ആ ഒരു സാധനം തുറക്കണമെങ്കിൽ കൊണ്ടുവയ്ക്കണം. എന്നാലും നമുക്ക് ഗേറ്റ് വഴി നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമോ? അതിനായിട്ട് നമുക്കിനി കുറേ സാധനങ്ങൾ വേണം. അതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. ഓ, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് നേരെ ഈ ഏരിയയ്ക്ക് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ ആണെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, കുറേ ഡ്രോയറുണ്ട്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഒരു കീ കിട്ടിയിട്ടുണ്ട്, ഒരു പെറ്റ് ലോക്ക് കീ എന്ന് പറയുന്നൊരു കീ. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. ആടെ ഷിൻചാൻ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് പോയി നോക്കാം, ഷെഡ് അങ്ങ് അൺലോക്ക് ചെയ്യാം. ഈ വീടിൻ്റെ ബാക്കിലൊരു ഷെഡ് ഉണ്ടെന്നാണ് അവിടെ ഷിൻചാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു ഷെഡ് കളൊക്കെ അൺലോക്ക് ചെയ്യാം. ഇവിടെ കുറേ കല്ല് കിടക്കണുണ്ട് കേട്ടോ. ഇത് എന്തിനുള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എന്തായാലും കുറച്ച് കല്ല് പറക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമായിരിക്കും. അയ്യോ, ഇതാരാണ്? ഓ, ഇത് നമ്മുടെ ഷിൻചാൻ പറഞ്ഞ സ്ലെൻഡറീനാ. എൻ്റെ ആകുമ്പോൾ എന്ത് ചെയ്യാനല്ലേ കേസൊക്കെ. ഈ സ്ലെൻഡറീനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു ഇതിൻ്റെ ലോക്കുകളൊക്കെ മാറ്റാം. ഇതിൻ്റെ അതൊന്നും എല്ലാം കിട്ടുമോ? ഓ, ഇതെന്ത് സാധനമാണോ ഇത്? ആക്സിലറേറ്ററാ. ഇതെന്തിനുള്ള സാധനമാണെന്ന് അറിയാമോ? ആ ഫ്രാങ്ക്ലി ചേട്ടാ, ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ആയിരിക്കും. ട്രെയിൻ ആക്സിലേറ്റർ ഉണ്ടായാലല്ലേ വർക്കാവും. ഇത് ട്രെയിനിൻ്റെ ആയിരിക്കും. നമുക്കൊരു കാണിച്ചാൽ നമുക്കിവിടെ കുറച്ച് കല്ല് കിടക്കണം, അതൊക്കെ പറക്കി വയ്ക്കാം. ഈ ആക്സിലേറ്റർ കൊണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഈ ഡോർ കുത്തി തുറക്കണമല്ലോ. ഗ്രാൻഡ് പേയും കൂടെ എന്തോ വെളിയിലെന്തോ പോയേക്കണം. മൊത്തം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഡോറൊക്കെ അടച്ചിട്ടാണ്. ഇവിടെ അല്ല, ഞാൻ സെർച്ച് ചെയ്താണ്, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ആ, ഇതെന്തോണ്? അല്ലടാ ഷിൻചാൻ, ഇതെന്താ സാധനം ഇവിടെ? വെപ്പൺ കീ. അതെന്തൊരു? ആ ഫ്രാങ്ക്ലി ചേട്ടാ, ഓ ഈ സാധനം കിട്ടിയല്ലേ. ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാം. ഫ്രാങ്ക്ലി ചേട്ടാ, ചേട്ടനെ കുറച്ച് കല്ലൊക്കെ ഇപ്പോൾ കളക്ട് ചെയ്ത് വെച്ചില്ലേ? ഈ ഒരു കല്ല് വെച്ചിട്ട് നമ്മളൊരു സ്പ്രിങ് ഷൂട്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ കല്ലും കണവാ നമ്മളിങ്ങനെ അടിച്ചിങ്ങനെ വിടുമല്ലോ, ആ സാധനം നമുക്ക് എടുക്കാൻ പറ്റും കേട്ടാ. ആ ഒരു ഏതാണ് വെപ്പൺ കീ വെച്ച് ഇതെന്ന് വെച്ചാൽ ഒരു വെപ്പൺ എടുക്കേണ്ട ഒരു കീ ആണ്. സ്പ്രിങ് ഷൂട്ട് എന്നൊരു സാധനമല്ല, സ്ട്രിങ് ഷൂട്ട്. ആ സാധനം എടുക്കേണ്ടതാണ്. അത് ഈ റൂമിലാണ് ഇരിക്കണം. ഈ സാധനം വെച്ച് അത് തുറക്കാൻ പറ്റും. ആടെ ഷിൻചാൻ, ഞാൻ ഇവിടെ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. യെസ് ഗൈസ്, നമുക്കാണെങ്കിൽ ഒരു സാധനം കിട്ടി. എൻ്റെ നൈസായിട്ട് പണിപ്പാളി ഗൈസ്, അതിൻ്റെ ഒരു ഉണ്ട പോയി. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും പിന്നെ ഉണ്ട പോയാ. ഓക്കെ, എടുക്കാം ഗൈസ്. ഓക്കെ, സ്ലിങ് ഷൂട്ട് എന്നാണ് ഗൈസ് ഈ സാധനത്തിൻ്റെ പേരൊക്കെ നമുക്കറിയാം. ഓക്കെ, നമ്മളെന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്കിത് വെച്ച് ഗ്രാൻഡ് പേനൊക്കെ അടിച്ചിടാം. ഞാൻ എങ്ങനെയെങ്കിലും അവരടിച്ചിടാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പക്ഷേ ഇതുകൊണ്ട് വേറെ ഉപയോഗമുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ചെറിയ റൂമുണ്ടല്ലോ, ഈ റൂം ലോക്കാണ്, ഇതൊന്നും കുത്തി തുറക്കാൻ പറ്റില്ല. ഇവിടെ പക്ഷേ ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ് നമുക്ക് ഈ സാധനം വെച്ച് പൊട്ടിക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ അകത്തൊരു ക്രൗ ബാർ എന്ന സാധനമാണ്, അത് നമുക്ക് എടുക്കാം. എടാ ഷിൻചാനെ, നമുക്കിവിടെ ഇപ്പോൾ ഫ്യൂസ് കിട്ടിയടാ. ഈ ഫ്യൂസും ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ക്രൗ ബാറും ആവശ്യമുണ്ട് നമുക്ക്. ഫസ്റ്റ് നമുക്ക് ഈ ക്രൗ ബാർ എടുത്താലേ ഇത് തുറക്കാൻ പറ്റുന്നതാണ്. യെസ്, ഈ ക്രൗ ബാർ വെച്ച് പൊളിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നു. എന്നാലും ഇത് തുറന്ന് നോക്കാം നൈസായിട്ട്. ഓക്കെ കേസ്, നമ്മൾ എന്തായാലും പൊട്ടിച്ച് കേസ് നമുക്കൊരു കേബിൾ കിട്ടി. ഈ കേബിൾ എന്തിനുള്ളതാണെന്ന് എനിക്കറിയാം കേസ്. ഇത് മറ്റേ ജനറേറ്ററിൻ്റെ ഡബ് ഈ സ്ലെൻഡറിനെ ശല്യം ചെയ്യണം കേസ്. ഓക്കെ, നമുക്കപ്പോൾ ഇത് വേറെ ജനറേറ്റർ കൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഏതാണ് ജനറേറ്ററിൻ്റെ ഈ ഒരു കേബിൾ നമുക്ക് ഇത് ഇവിടെയാണ് കേട്ടോ വെക്കേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഇത് ഇവിടെ എന്തായാലും പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സ്വിച്ച് കണക്ക് നൈസായിട്ട് അമർത്താം. അപ്പോൾ എന്തായാലും കറണ്ട് കണക്ക് എന്തായാലും വരുന്നതാണ്. എന്നാലും നമുക്ക് ഡോർ ഉറക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു ഫ്യൂസും കൂടെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ,
അതും കൂടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് എന്തായാലും ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. ഓക്കെ, ഗ്രാൻഡ് പേ പറഞ്ഞതിന് മുമ്പ് നമുക്ക് എസ്കേപ്പ് ആവണം. ഓക്കെ. അപ്പോൾ ഇനി ഈ കാണുന്ന ഫ്യൂസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്നതാണ് കേസ്. ഓക്കെ, എടാ ഷിൻചാൻ ഒന്ന് പെട്ടെന്നോടാ ആ ഗ്രാൻഡ് പേ ഇങ്ങോട്ട് പറഞ്ഞതിന് മുമ്പേ തന്നെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാകും. എവിടെയായിരുന്നു ആ റൂം? ഏറ്റവും മണ്ടക്കളാട്ടോ. ഷിൻചാനെ ഒന്ന് പെട്ടെന്നോടാ. ആ പറഞ്ഞ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ഏതാണ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു CCTV ഇല്ലേ, ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗേറ്റ് തുറക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു ഫ്യൂസുകളൊക്കെ നമ്മളിപ്പോൾ വെച്ച് ഇപ്പം എല്ലാം സെറ്റാണ്. ഇനി ഈ ബട്ടൺ അമർത്തേനൊക്കെ ഉണ്ടാകും ഗേറ്റിൻ്റെ ആ ഒരു ഇത് കണക്ക് നൈസായിട്ട് തുറന്ന്. എടാ ഷിൻചാനെ പെട്ടെന്ന് പാടാ, നമുക്കിപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവണം. അയ്യോ, ഗ്രാൻഡ് പേ പറഞ്ഞതിന് മുമ്പേ ഫ്രാങ്ക്ലിൻ ചേട്ടാ കണ്ട വഴി ഓടിക്കോ. എൻ്റെ പൊന്നെ, ഗ്രാൻഡ് പേ ഇങ്ങോട്ട് പറഞ്ഞതിന് മുമ്പേ തന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇവിടെയാണ് പിന്നെ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ക്രാങ്ക് കൂടെ ഉണ്ട്. ഈ ഒരു സാധനം എടുത്ത് നേരെ എന്തായാലും ഇവിടെ വെച്ചാൽ മതി. അറിയാമടാ എനിക്ക്. എന്നിട്ട് ഇത് നേരെ കറക്കണം, അപ്പം ആ പാലം തിരിച്ചു വരും. അയ്യോ, അവർ പറഞ്ഞതിന് മുമ്പേ പോട്ട്. അവർ കറങ്ങാൻ പോയിട്ട് നമ്മൾ രക്ഷപ്പെട്ട്. യെസ് ഗൈസ്, ഞാൻ ഷിൻചാനും അങ്ങനെ ഫൈനലി ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാൻ ഷിൻചാനും എന്തായാലും ഒരുവിധം ഗൈസ് എന്തായാലും നമ്മുടെ ആ കാണുന്ന ഗ്രാൻഡ് പേയുടെയും വീട്ടിൽ നിന്ന് നമ്മളെന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഭയങ്കര പാടായിരുന്നു ഗൈസ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി രക്ഷപ്പെട്ടേക്കാണ്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നൈസായിട്ട് പണിപാളി. എന്താ ഷിൻചാനെ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടില്ല. എന്താടാ എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒന്ന് ഫ്രണ്ടിലോട്ട് നോക്ക്. അയ്യോ, അതാരെ വണ്ടി? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ വണ്ടിയിലാണ് ഗ്രാൻഡ് പേ എന്നെ തട്ടിക്കൊണ്ടുപോയത്. അയ്യോ പണിപ്പാളി. എടാ ഷിൻചാനെ, ഇനി നമ്മൾ എന്ത് ചെയ്യടാ? ഗൈസ്, ഗ്രാൻഡ് പേ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയ കാര്യം. ആ CCTV ആണ് ഗൈസ്, തേങ്ങ. ആ CCTV കാരണമാണ് ഗൈസ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ. അയ്യോ ഗൈസ്, നൈസായിട്ട് പണി പാളിയിട്ടുണ്ട്. ഗ്രാൻഡ് പേ എൻ്റെ തൊണ്ട് ഗൈസ്, നൈസായിട്ട് പണി പാളി. ഇനി എൻ്റെ ഷിൻചാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണെന്തോ ഗൈസ് ഇവിടെ നിന്ന് ഇനി രക്ഷപ്പെടുമെന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല.